ഗൈസ്, ഡ്രീംസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. കാരണം ഞങ്ങൾ ലോകം കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഇതിനോട്ടിനും ഉറപ്പിച്ചതാണ് ഇതെന്തായാലും ഫസ്റ്റ് ഡേ പോയി കാണണമെന്ന്. പക്ഷേ എവിടെയും ടിക്കറ്റ് കിട്ടിയില്ല. അതിനോട്ടിന് ഓരോ സ്ഥലത്തും ഇങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു, എവിടെയെങ്കിലും വേക്കറ്റ് ഉണ്ടോ. പോട്ടെ, ഞങ്ങൾ എപ്പോഴും ബാക്കിലായിരിക്കും ബുക്ക് ചെയ്യുക, ഏറ്റവും ബാക്കിൽ. പക്ഷേ ഫ്രണ്ട് റോ ആണെങ്കിലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഫ്രണ്ടിൽ പോലും എവിടെയും വേക്കൻ്റ് ഇല്ല, കംപ്ലീറ്റ് തിയേറ്റർ ഫില്ലാണ്. അപ്പോൾ ഓരോ 5 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും, എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനത്തെ ഇപ്പോൾ കിട്ടി. ഞങ്ങൾ എപ്പോഴും ഇവിടെ വിനിതയിലാണ് പോവുക, എടപ്പള്ളി. അവിടെ ഇല്ലെങ്കിൽ മാത്രം ഞങ്ങൾ ഒബ്രോ മോളിൽ പോവും. പക്ഷേ ഞങ്ങൾ ലുലു മോളിൽ പോകാറേ ഇല്ല. ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, അവിടെ ഭയങ്കര റഷല്ലേ, പാർക്ക് ചെയ്യാൻ തന്നെ അവിടെ ഒരു 1 അവർ അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞങ്ങളിവിടെ ബുക്ക് ചെയ്യാറില്ല. വേറെ ഒരു വഴിയില്ല, അവിടെയും ഉണ്ടായിരുന്നുള്ളൂ. അത് 4 എന്തോ മറ്റോ വേക്കൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോയാലോ? അതിന് മുന്നേ നമുക്കൊന്ന് റെഡി ആവാം. സിമ്പിളായിട്ട് ഒരു മോഡേൺ ലുക്ക് പിടിക്കാം, തിയേറ്ററിലേക്ക് പോവല്ലേ. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ മൂവി. ഇതെൻ്റെ ഫേവറേറ്റ് ജീനാട്ടോ. എനിക്കിങ്ങനെ സ്കിൻ ഫിറ്റ് ജീൻസ് എന്തോ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഈ ജീനും ഇന്നലെ ഈസി ബൈ എന്നൊരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ വെയർ ചെയ്യാം. ജീൻ വെയർ ചെയ്യാം ഫസ്റ്റ്. അങ്ങനെ ജീൻ ഇട്ടു. ഇനി നമ്മുടെ ടീഷർട്ട് ഇതാട്ടോ. ഞാൻ ഇന്നലെ ഈസി ബൈ എന്ന് വാങ്ങിയത് ക്രോപ്പ് ടൈപ്പാണ്, പക്ഷെ അധികം ക്രോപ്പല്ല കേട്ടോ, ഒരുവിധം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇത് വെയർ ചെയ്യാം. അപ്പോൾ ഇതാ ടീഷർട്ട് ഇട്ടു. ഇനി ജസ്റ്റ് ഒന്ന് പോണി കെട്ടുക. എൻ്റെ മേക്കപ്പ് ഞാൻ കുറേ തവണ കാണിച്ച് നിങ്ങൾക്കറിയായിരിക്കും. മേക്കപ്പ് ഇതൊന്നും പറയാനില്ല. ഒരു മോയ്സ്ചറൈസർ ഇടുക, ലിപ്സ്റ്റിക്ക് ഇടുക, അത്രയേ ഉള്ളൂ. കാജലും ഇല്ല, പൊട്ടുമില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ബാ, ആദ്യം ഫസ്റ്റ് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്താലോ. അപ്പോൾ ഇതാ പോണി കെട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോണി കെട്ടാൻ. ഇത് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ എന്താ പറയുക, നമുക്ക് എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. ഇങ്ങനെ മേലെ ചിലവർക്ക് ഉണ്ടല്ലോ, അധികം ഇങ്ങനെ മേലെ ഇങ്ങനെ കെട്ടാൻ പറ്റാത്തവരുണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നല്ല ഇതിൽ നിൽക്കുന്നില്ല എന്നുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ എത്ര തവണയാണോ ആ ബാൻഡ് ഇടുന്നത്, അതിൽ ആ ലാസ്റ്റ് ചുറ്റില്ലേ അതവിടെ വിട്ടിട്ട് ആ ലാസ്റ്റ് ചുറ്റ് മാത്രം ഈ മുടിയുടെ പൊണി ഇങ്ങനെ നമ്മൾ ബാക്കി ചുറ്റിട്ട് ആ മുടിയുടെ പകുതി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ചുറ്റ് ആ പകുതിക്ക് മാത്രം ഇട്ടുക. എന്നിട്ട് അത് ടൈറ്റ് ചെയ്യുക, താഴത്തേയും ടൈറ്റ് ചെയ്യുക. അപ്പം നല്ല ഇങ്ങനെ എന്താ കറക്റ്റ് ആ പോണി ടൈൽ വരും കേട്ടോ. അന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും പറയുന്നത് കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവും. ഡോട്ട് ആൻഡ് കീര് സ്കിൻ കെയർ വൈറ്റമിൻ C+C സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ. അതിങ്ങനെ എടുത്തിട്ട് 4 ഡോട്ട് 1 2 3 4 എത്രയാണ്. എന്നിട്ട് ഈ 2ൻ്റെ 4 വിരലൊന്നും ഇങ്ങനെ ബാക്കിയുള്ളത് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ഞാനതിങ്ങനെ പെട്ടെന്ന് ടക്കെന്ന് അബ്സോർബ് ആവും കേട്ടോ. ഇങ്ങനെ സ്റ്റിക്കി ടൈപ്പല്ല, അത് അബ്സോർബ് ആവുന്നവരെ ഒന്നിങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഒരു ലിപ്സ്റ്റിക്ക് ഇടുക, അത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് അല്ലേ, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഈ ലിക്വിഡ് ടൈപ്പ് യൂസ് ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മെബ്ലിൻ്റെ ലിപ്സ്റ്റിക്ക് ഇവിടെ ഇന്ന് രാവിലെ ഇൻസ്റ്റാമാർട്ടിൽ എന്തോ അടുക്കളയിലേക്ക് വേണ്ട സാധനം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയപ്പോൾ വിചാരിച്ചു ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്താലോ വെച്ചാൽ. ഇൻസ്റ്റാമാർട്ടിലാകുമ്പോൾ പെട്ടെന്ന് 5 മിനിറ്റിൽ വീട്ടിലെത്തുമല്ലോ. അങ്ങനെ ഞാൻ വാങ്ങിയതാട്ട് ഇന്ന് രാവിലെ മെബ്ലിൻ്റെ സെൻസേഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ കുറേ ഷെയ്ഡ് ഉണ്ട് കേട്ടോ, ന്യൂഡ് ഷെയ്ഡ് ഉണ്ട്. ഇത് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡാണ്, ഇട്ട് കാണിക്കാം. അപ്പോൾ ഇതാട്ടോ ഷെയ്ഡ്. നല്ലൊരു ബ്രൈറ്റ് കളർ. ഞാൻ ഇത്ര ബ്രൈറ്റ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. മറ്റേ ഞാൻ ആ ട്യൂബ് ടൈപ്പ് ഉപയോഗിക്കുക, അതിൽ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഇതിപ്പോൾ ലിക്വിഡ് ആകുമ്പോൾ എന്താ പറയുക, ഫുൾ അത് അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇത്ര ഒരു ബ്രൈറ്റ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും കണ്ണെഴുതോ കാജലോ പൊട്ടോ വേറെ ഒന്നും ഉപയോഗിക്കാതെ ഈ ലിപ്സ്റ്റിക്ക് മാത്രം ഇടുമ്പോഴേ ഒരു ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ഞാൻ ഇൻട്രോയിൽ അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ വീഡിയോ ഭയങ്കര എക്സൈറ്റഡ് വീഡിയോ ആണ്.
ഞങ്ങൾ അത്രയും കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു മൂവി അല്ലേ ഇനോട്ടാ. ബാക്കി വിശേഷം കണ്ടിട്ട് പറയാം കേട്ടോ. Where the neon glows, every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. ഓ, സർവീസിന് വെക്കാനായില്ലേ? ഞങ്ങളുടെ സെക്കൻഡ് സർവീസിന് ടൈമായി. നമ്മുടെ ഹുണ്ടായി ഉള്ള സമയത്ത് അവർ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ ഏട്ടാ? എപ്പോൾ വെക്കണമായി മാം, വെക്കുന്നില്ലേ മാഡം, വെക്കുന്നില്ല സാർ എന്നിട്ട് നൂറ്റിട്ട് വേണോ കോൾ ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മറന്നു പോയാലും അവരെ ഓർമ്മിപ്പിക്കുമല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവരതൊന്നും ഫോളോ അപ്പ് ഒന്നും കാണുന്നില്ല. ഒരു അംബാസിഡർ നോക്കിയേ, പച്ച. ഇതിനോട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ അംബാസിഡർ അല്ലേ നോട്ടാ? പഴയ പ്രീമിയർ പത്മിനി. കാണിക്കണ്ട കളർ ആൾക്കാരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീയിലെ ബ്രൈറ്റ് ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് കാണിച്ചായിരുന്നു. പിന്നെ എന്താ ഇങ്ങനെ ആയതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അത് ഞാൻ അത്ര ബ്രൈറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു മാതിരി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് കളഞ്ഞിട്ട് ന്യൂഡ് ഷെയ്ഡ് ഇട്ടതാട്ടോ. ഇതും മെബ്ലിൻ്റെ തന്നെയാണ്, ഷെയ്ഡ് വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ വിചാരിക്കൂലേ കാണിച്ചത് ഇതല്ലല്ലോ. ഭയങ്കര ബ്ലോക്കാട്ടോ ഇതാ. അപ്പത്തേക്ക് കുടിവെള്ളത്തിൻ്റെ വണ്ടി വന്നു, ഫുള്ളത് കവറായി. നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ലുലു മോള്. ഇനി നമ്മൾ അതറിയാൻ പാടില്ല. ഈ തൊട്ടിവിടെ തന്നെ ഒരു നമുക്ക് യൂട്ടേൺ എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര ദൂരം പോയിട്ട് യൂട്ടേൺ എടുത്തിട്ട് വരണം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിരുന്നു. ഇപ്പം അറിയില്ല അത് ക്ലോസ് ആണോ ഓപ്പൺ ആണോ എന്ന്. ഓപ്പണാ? അതിൻ്റെ ഇടയ്ക്ക് അവിടെ ബ്ലോക്കിൽ കുടുങ്ങിയ സമയത്ത് ഇതിനോട്ടൊരു ലോട്ടറി എടുത്തു കേട്ടോ, നമ്മുടെ ഓണം ബമ്പർ. എനിക്ക് എന്താന്നറിയില്ല, എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എന്ത് ടൈം പാസ്, 500 റുപ്യ ഒരു ലോട്ടറി. പിന്നെ കിട്ടണമെങ്കിൽ കുറച്ച് കൊടുക്കണം. 500 റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ലുലുമ്പോൾ എന്തെങ്കിലും തിന്നാം. 500 രൂപയ്ക്ക് അറ്റ്ലീസ്റ്റ് 2 നാരങ്ങ വെള്ളം കുടിക്കാമല്ലോ. The palm trees glow. Caddy drop top, got the rims on shine. West Coast living, where it's always fine. അയ്യോ, ഫുള്ളാന്ന് തോന്നല്ലേ ലാഡു. ഇത്ര പേരല്ലേ അപ്പം ഇതിൻ്റെ അകത്തുള്ളത്. ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് നോക്കിയാൽ കേട്ടാ, അതാ അവിടെ ഒരു ഗ്യാപ്പ്. അതാ പിന്നെ എന്തെങ്കിലും സ്പീഡിലെടുത്ത് അവരെടുക്കുന്നതാണോ നേരെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എടുക്കുന്ന? വേഗം ഗ്യാപ്പിലങ്ങ് കയറ്റിക്കഴിഞ്ഞോട്ടാ.
ലുലുമോളിൽ ഇതാ ഒരു പ്രശ്നം, ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ ഫിലിം കാണാൻ ബുക്ക് ചെയ്യാത്തത്. ഈ പാർക്കിങ്ങിലെ ഒരു ടൈം പോവും. ഇപ്രാവശ്യം എന്തോ വന്നപാട് ഇവിടെ കിട്ടി. അപ്പോൾ ബാക്കി വിശേഷം എങ്ങനെയുണ്ട് മൂവിയുടെ വിശേഷങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പറയാം കേട്ടോ. കാരണം ഇവിടെ വെച്ച് എന്താ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലുലുമോളിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല. നമ്മൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേകം പെർമിഷൻ എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് കണ്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളൊന്നും കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു കുറച്ച് ഫോണിൽ ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ മൂവി കണ്ട് ഇറങ്ങിയിട്ടോ. എന്താ പറയാ ഏട്ടാ, അടിപൊളി മൂവി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനൊരു ഈ ഒരു ജോണറിലുള്ള മലയാളം മൂവി ഞാൻ കണ്ടിട്ടില്ല. ഒരു മാർവൽ തന്നെ ആക്കി. അതായത് താൻ മാർവൽ, ഇവളങ്ങനെ മാർവൽ ഫാനൊന്നും അല്ല, ഇവളത് കണ്ടിട്ടുമില്ല. പക്ഷെ മാർവൽസ് ഒക്കെ കാണുന്നവർക്ക് അറിയാലോ, ആ ഒരു ടൈപ്പ് മൂവി നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഇതുവരെ ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. നല്ല മൂവി. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. എനിക്ക് ഈ OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ കണ്ടാൽ ഈ ഒരു എഫക്റ്റ് കിട്ടൂല അല്ലേ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യുക. ഭയങ്കര സൂപ്പറാണ്. എല്ലാം ആക്ടിങ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഒരുപാട് അടിപൊളി ക്യാമിയോ റോൾസ് വരുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഭയങ്കര ബ്ലോക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടച്ചിറ എത്തിയപ്പോൾ ദിനുവേട്ടന് മുടി മുറിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ദിനുവേട്ടനേക്കാളും മുന്നേ ഞാൻ ആ ചാടിക്കറി ഇരുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മുടി കളറ് ചെയ്യണമെന്ന്. പക്ഷേ അതിലൊരു പ്രത്യേകതയുണ്ട്. കളർ ചെയ്താൽ വേറെ ആർക്കും മനസ്സിലാവാൻ പാടില്ല ഞാൻ കളർ ചെയ്തു എന്ന്. എന്ത് ഭ്രാന്താന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ചെയ്യണമെന്ന്. പക്ഷെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണാറില്ല, ഇങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര ചുവപ്പ്, പച്ച, നീല അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. ഒരു ലൈറ്റ് ഇങ്ങനെ ഒരു ബ്രൗൺ ഷൈനിങ് ആയിട്ട് ഈ ലൈറ്റ് അടിച്ചാൽ ബ്ലാക്ക് പോലെ തന്നെ ഉണ്ടാവും. ബട്ട് നമുക്ക് ലൈറ്റ് അടിക്കുമ്പോൾ മാത്രം ഒരു ഷൈൻ. Concrete dreams where the neon glows. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിലെത്തി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇത് എന്ത് ഹെയർ കളറാണ്, അത് അതിനോട്ട് തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും പൈസ കളയുന്നു, അപ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന്. പക്ഷേ ആരും മനസ്സിലാവരുത് എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.